ഹായ് ഗൈസ്, എൻ്റെ ആദ്യത്തെ വീഡിയോ. അതായത് ഗൈസ്, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ ടിക്ടോക്ക് ചെയ്ത് നടക്കുന്ന കാലം പലരും എന്നോട് പറഞ്ഞു, നീ ടിക്ടോക്ക് മാത്രം ബെസ്റ്റ് പോണ് ഗൈസ്, ടിക്ടോക്ക് മാത്രം ചെയ്ത് നടക്കാണ്ട് നീ യൂട്യൂബ് കൂടി തുടങ്ങ് എന്ന് പറഞ്ഞു. അന്ന് ആ മൈൻഡ് കിട്ടിയില്ല. ആന പിടിച്ച പോയ ബുദ്ധി ആന എന്തോ പറയാ, അങ്ങനെയൊക്കെ പറയാറില്ലേ? അതെ, പോയ ബുദ്ധി. ഇപ്പോൾ ടൈം ഈസ് ഓവർ, മീ ഓൾസോ ഓൾഡ് വുമൺ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഞാൻ തുടങ്ങി ഗൈസ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുവൈറ്റിലാണ്. അപ്പം കുവൈറ്റിൽ ആണ് ഞാൻ ജോലി ചെയ്യണത്. കുവൈറ്റിൻ്റെ വഴികളിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഞാൻ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഓൺ വോയിസ് വീഡിയോ ആണ്. പല തെറ്റുകുറ്റങ്ങളുണ്ട്. ചേട്ടന്മാർ പുറകെ നടന്നു വന്നിട്ട് അവർ നടക്കാൻ പോവുകയെന്ന് തോന്നുന്നു. ഞാൻ നടക്കാൻ പോകുന്നു. ഈ ടൈമിൽ ഒരുപാട് പേര് ഈ ബീച്ചിൽ നടക്കാൻ പോകും. അപ്പം നമ്മളും പോകുന്നു. നമ്മൾ സ്ഥിരം പോണാണ് നടക്കാൻ. ഓക്കെ, വേറെ ഏതോ ഭാഷയാണ് ഗൈസ്, മനസ്സിലാവില്ല ഗൈസ്. ഹിന്ദി എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പേര് എന്താണ്, അവരെന്നെ നോക്കണം. ഇതാണ് എൻ്റെ പേര്, സൗമ്യ എന്നാണ്. സൗമ്യ. ഓക്കെ, അപ്പോൾ എന്നെ എല്ലാവരും സബ്സ്ക്രൈബ്. ബസ് പോയപ്പം നാക്കിന് വെള്ളയില്. അപ്പം എന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഞാൻ ടിക്ടോക്കിലാണ് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൽ പറയുമ്പോൾ എല്ലാവരും ഫോളോ ചെയ്യൂ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഇല്ലില്ല, ഞാൻ നാക്കൊക്കെ പഠിക്കാറുണ്ട് ഗൈസ്, പല്ല് വെക്കാറുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ, അപ്പോൾ എൻ്റെ വീട് എവിടെയാണെന്ന് വെച്ചാൽ എറണാകുളം കടമക്കുടി, വരാപ്പുഴ, എടപ്പള്ളി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? എടപ്പള്ളി കഴിഞ്ഞിട്ട് വരാപ്പുഴ, അതിനുശേഷം കടമക്കുടി. ഒരു ദ്വീപാണ് എൻ്റെ വീട്. ദ്വീപിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, യൂട്യൂബിൽ അടിച്ചു നോക്കിയപ്പോൾ കിട്ടും കടമക്കുടി. പിള്ളേരും കടമക്കുടിയിൽ. ഞാനിപ്പോൾ കുവൈറ്റിലാണ് ഗൈസ്. കണ്ട, ഒരുപാട് പേര് ഇതിൽ കൂടിയൊക്കെ പോകുന്നുണ്ട്. എല്ലാവരും നടപ്പ് കഴിഞ്ഞ് പോവുക, എക്സർസൈസ് നടപ്പെല്ലാം കഴിഞ്ഞ് പോകുകയാണ്. നമ്മളിപ്പോഴാണ് വന്നത്. ഓക്കെ, ആൾക്കാരൊക്കെ നടന്നു പോകണം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെ ഞാനും വരുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാനിതുപോലെ വീഡിയോ എടുത്ത് ഇടുന്നതായിരിക്കും. കുവൈറ്റിലെ കാഴ്ചയിൽ കാഴ്ചയൊക്കെ നോക്കി പോകണം. ആരും പറയട്ടാ, വിവരമില്ലാത്തവരെ പോലത്തെ വീഡിയോ എടുത്ത് പോകണം. ഇതൊക്കെ പ്രാന്താണോ ഒന്ന്? ചിലർക്ക് വീഡിയോ എടുക്കണേ, അവിടെ ഒരു പൂച്ചക്കുട്ടി ഇരിപ്പുണ്ട്, വീഡിയോ എടുക്കണം കണ്ടു കഴിഞ്ഞാൽ പ്രാന്താവില്ലേ? ചിലർക്ക് ഇഷ്ടപ്പെടില്ല. അവിടെ ഒരു പൂച്ചിരിപ്പുണ്ട് ഗൈസ്, നമുക്ക് പൂച്ചിനെ കാണാം. നമ്മുടെ നാട്ടിലുള്ള പൂച്ചിനെ പോലത്തെ പൂച്ച. ഇവിടുത്തെ പൂച്ചക്കൊരു കാര്യമുണ്ട് ഗൈസ്, നമ്മൾ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പൂച്ച തിന്നൂല. അപ്പം അതേ എൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്, അയ്യോ എൻ്റെ ഒന്നുമില്ല, ഐസ്ക്രീം മേടിച്ചു തരാം. ഞാൻ വിളിച്ചപ്പോൾ തന്നെ ഓടി വന്നേ. പനി പാളി ഐസ്ക്രീം മേടിച്ചു കൊടുക്കേണ്ടി വരും. പൂച്ചക്ക് ഐസ്ക്രീം മേടിച്ചു കൊടുക്കണ്ടേ. ഐസ്ക്രീം ചിലപ്പോൾ കഴിക്കുമായിരിക്കും, പക്ഷേ ബിസ്ക്കറ്റ് അങ്ങനെയൊന്നും കഴിക്കൂല. ഞാൻ ഡ്രസ്സ് ഇട്ടു കണ്ടിട്ടേ ഗൈസ്, ലൈറ്റൊക്കെ തെളിഞ്ഞു. ഇവിടെ എപ്പോഴും വോളിബോൾ കളിക്കാൻ ആൾക്കാരുണ്ടാവും ഗൈസ്. ഉണ്ടാ വോളിബോൾ കളിക്കുന്നുണ്ടാ?
ഗൈസ് ഞാൻ ബാക്കി കഥ പറയാൻ തുടങ്ങുകയായിരുന്നു. അപ്പോൾ മഴ പെയ്തു ഗൈസ്. വീട്ടിൽ പോകണം ഗൈസ്. കുടയില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോകണം ഗൈസ്. ഇനി ഇവിടെ ഇരുന്നെങ്കിൽ ഞാൻ മഴ നനഞ്ഞു. എനിക്ക് പനിയായിരുന്നു ഗൈസ്. മാറി വരുന്നുള്ളൂ. തൊണ്ടയൊക്കെ ശരിയായി വരുന്നുള്ളൂ. ഞാനിവിടെ ഇരുന്ന് ഇനി മഴ കൊള്ളണ്ടേ. ഓക്കെ, ഞാൻ പോട്ടെട്ടോ. ബാക്കി അത് നാളെ പറയായേ. ഇടിമിന്നൽ എൻ്റെ പൊന്നളിയോ. പോട്ടെ പോട്ടെ പോട്ടെ. ബൈ 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 ബൈ. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, പ്രോത്സാഹിപ്പിക്കുക, ലൈക്ക് അടിക്കുക. എൻ്റെ പൊന്നളിയോ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യാം. ഓക്കെ, ബൈ ബൈ ബൈ.